ഇന്ന് വൈകുന്നേരം അല്പസമയം യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ചാണ് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യരെക്കുറിച്ച്, അപ്പോസ്തലന്മാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എല്ലാവരെയും കുറിച്ച് ഇല്ല, എന്നാൽ ചിലരെക്കുറിച്ച് ഉണ്ട്. അതിൽ തള്ളിപ്പറഞ്ഞ പത്രോസും അനുദപിച്ച് വീണ്ടും ഏറ്റുപറഞ്ഞ പത്രോസും ഉണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആണിപ്പാടുകളിൽ സ്പർശിച്ചു എന്ന് പറയുന്നില്ല എങ്കിലും അതിൻ്റെ സൂചനകൾ നൽകി സഭയുടെ പാരമ്പര്യം അങ്ങനെ വിശ്വസിക്കുന്ന സ്പർശിച്ച പരിശുദ്ധ തോമാസ് ശ്ലീഹായെക്കുറിച്ചുണ്ട്. ഒറ്റിക്കൊടുത്ത യൂദായെക്കുറിച്ചുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു വിവരണമാണ് യോഹന്നാൻ ശ്ലീഹായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യേശുതമ്പുരാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും യേശുതമ്പുരാൻ്റെ മാറിൽ ചാരിയിരിക്കുകയും ചെയ്ത ഒരു ശിഷ്യൻ. മനുഷ്യരെല്ലാവരും വികാരങ്ങളുള്ളവരാണ്. ആ വികാരങ്ങളെല്ലാം തന്നെ നാം മിക്കവാറും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 വികാരങ്ങളാണ് സ്നേഹം, ദുഃഖം, കോപം. സ്നേഹം കൂടുമ്പോഴും ദുഃഖം കൂടുമ്പോഴും ആരുടെയെങ്കിലുമൊക്കെ കരവലയത്തിൽ മാറോട് ചേർന്നിരിക്കുവാൻ മനുഷ്യൻ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ നേരെ വിപരീതമാണ് കോപം വരുമ്പോൾ തള്ളിമാറ്റാനും നാം ശ്രമിക്കാറുണ്ട്. അങ്ങനെ യേശുതമ്പുരാനോടുള്ള സ്നേഹം അഗാധമായി യേശുതമ്പുരാനെ തിരിച്ചും അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ ശ്ലീഹ. യേശു ക്രിസ്തുവിൻ്റെ മാറോട് ചേർന്നിരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ശ്ലീഹ. ഈ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയുവാൻ ചില സൂചനകൾ സുവിശേഷത്തിൽ നൽകുന്നുണ്ട്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ ചിതറി ഓടിപ്പോയ ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായി യേശുതമ്പുരാനോടുള്ള സ്നേഹം അതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുവാനായിട്ട് യോഹന്നാനെ പ്രേരിപ്പിക്കുന്നുണ്ട്. സ്നേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ വളരെയധികമാണ് എന്ന് യേശുവിൻ്റെ അമ്മ കന്യകമറിയാമിനെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നതിലൂടെ യോഹന്നാൻ നമ്മോട് പറയുന്നുണ്ട്. എന്ത് മനോഹരമായ അനുഭവങ്ങളാണ് യോഹന്നാനുള്ളത്. സുവിശേഷത്തിൽ പ്രത്യേകിച്ചും യേശുതമ്പുരാനെ ഇത്രയും ആഴമായി മനസ്സിലാക്കിയ ജീവിച്ചിരുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെയുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കലിനെയൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാനാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കബർനഹൂമിൽ അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത്. ബാക്കിയുള്ള സുവിശേഷങ്ങളിലൊക്കെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യോഹന്നാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്തെ പഠിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടൊക്കെ അവതരിപ്പിക്കുകയാണ്. അവൻ സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ വളരെ ആഴമായി അടുത്ത ഒരു ബന്ധം. നമുക്കറിയാം, യോഹന്നാൻ്റെയൊക്കെ ഒരു പേഴ്സണാലിറ്റി, വ്യക്തിത്വമൊക്കെ കർത്താവിനോട് ചേരുന്നതിന് മുമ്പൊക്കെ വളരെ വിഭിന്നമായിരുന്നു. അവർ വളരെ അഗ്രസീവായിരുന്നു. പക്ഷെ ഒരു 3-3.5 വർഷം കൊണ്ട് യോഹന്നാനൊക്കെ സംഭവിച്ച വലിയ രൂപാന്തരം അത് നമുക്ക് പാഠമാകേണ്ടത് തന്നെയാണ്. സ്നേഹത്തിൻ്റെ ഒരു ശിഷ്യനായി മാറി വളരെ അഗ്രസീവായ, വളരെയധികം ഹൃദയത്തിൽ ഒരുപക്ഷെ കോപമോ ധാർഷ്ട്യമോ അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ സ്നേഹത്തിൻ്റെ ഒരു ശിഷ്യനായി രൂപാന്തരപ്പെട്ടതിൻ്റെ ഒരു ചരിത്രമൊക്കെ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ ഒരു ഓർമ്മ എന്നതിനങ്ങേപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കേണ്ട, നമ്മുടെ ചിന്തകളിലേക്ക് പ്രവേശിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പരാമർശിച്ചത്. നാം എല്ലാവരും അവകാശപ്പെടുന്നുണ്ട് ക്രിസ്തു ശിഷ്യരാണ് എന്ന്. ഒന്നാമത് നാം ചോദിക്കേണ്ട ചോദ്യം, ഒരു 3.5 വർഷം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് രൂപാന്തരം സംഭവിച്ച് സ്നേഹത്തിൻ്റെ ഒരു അപ്പോസ്തലനായി മാറിയതുപോലെയുള്ള മാറ്റത്തിൻ്റെ എന്തെങ്കിലും ലാഞ്ചനകൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇത്രയും വർഷമായി നാം ആരാധനയിൽ സംബന്ധിച്ചിട്ടും പെരുന്നാൾ നടത്തിയിട്ടും
യേശു ക്രിസ്തുവേ എന്നൊക്കെ വിളിച്ച് നമ്മൾ ജീവിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത വശങ്ങളിൽ നിന്നൊക്കെ അതിനെയൊക്കെ ഒന്ന് തേച്ചു മിനുക്കി ഒരു സ്നേഹത്തിൻ്റെ ഭാവമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉദിക്കുവാൻ നമുക്കിടയായിട്ടുണ്ടോ? യോഹന്നാൻ നമ്മോട് പറയുന്നത് അതല്ലേ? നമ്മുടെ വ്യക്തിത്വങ്ങളെ പോലും മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാൻ വീണ്ടും നമ്മോട് പറയുന്ന ഒരു സന്ദേശം നാം നമ്മോട് ചോദിക്കേണ്ടതാണ്. എല്ലാവരും ചിതറി ഓടിപ്പോയപ്പോഴും അതിനകത്ത് വളരെയധികം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടെയാണ് പത്രോസൊക്കെ പരാജയപ്പെട്ടു പോയത്. ഒരു തൂപ്പുകാരിയുടെ മുമ്പിൽ പോലും പത്രോസ് തള്ളിപ്പറയേണ്ടി വന്നു. കാരണം ഭയമായിരുന്നു. സുവിശേഷത്തിൽ പത്രോസ് യേശുതമ്പുരാനെ അനുഗമിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അകലം വിട്ട് അനുഗമിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സേഫ് ഡിസ്റ്റൻസിലാണ് പത്രോസ് പോലും സഞ്ചരിച്ചത്. യോഹന്നാൻ അങ്ങനെയല്ല, അങ്ങനെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. കാരണം സ്നേഹം അങ്ങ് അഗാധമായി കഴിയുമ്പോൾ പിന്നെ മരണഭയമില്ല. പിന്നെ അവന് വേണ്ടി ജീവൻ വെക്കുവാൻ പോലും തയ്യാറാകുന്ന ഒരു തലത്തിലേക്ക് നാം ഉയരും. നമ്മുടെ സ്നേഹബന്ധങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിലേക്ക് വളരുവാൻ നമുക്കിടയായിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ട ഒരു സന്ധിയാണിത്. ആ സ്നേഹമാണ് യാതൊരു അങ്ങനെ വലിയ കടപ്പാടുകളൊന്നും അതുവരെ ഉണ്ടാകാതിരുന്ന യോഹന്നാൻ ഇങ്ങനെ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുതമ്പുരാൻ പറഞ്ഞപ്പോൾ സ്വന്തം അമ്മയെപ്പോലെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് മറിയാമിനെ ഏറ്റെടുത്തത്. തുമ്പവൺ ഭദ്രാസനത്തിൽ 3 വൃദ്ധമന്ദിരങ്ങളുണ്ട്. മക്കളില്ലാഞ്ഞിട്ടല്ല, മക്കളുണ്ട്. വിവിധ സാഹചര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം അഗമ്യമായി പ്രവഹിക്കുമ്പോൾ അവൻ്റെ അമ്മയെ പോലും ചേർത്ത് നിർത്തുവാനായിട്ടുള്ള വലിയ വിശാലമായ ഒരു മനസ്സിലേക്ക് യോഹന്നാൻ രൂപാന്തരപ്പെടുകയാണ്. സ്നേഹം എപ്പോഴും ടൈം കൺസ്യൂമിങ്. സ്നേഹത്തിനെപ്പോഴും ഒത്തിരി അധികം നമ്മുടെ സമയവും താലന്തുകളുമൊക്കെ നാം ചെലവഴിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നാം ഇങ്ങനെ അകലം വിട്ട് നാം സ്നേഹിച്ച് നിൽക്കുന്നത്. സ്നേഹം അഗാധമായി കഴിയുമ്പോൾ നാം നമ്മെ തന്നെ മറക്കും. സ്നേഹം അഗാധമായി കഴിയുമ്പോൾ നമ്മുടെ സമയമൊന്നുമല്ല, പിന്നെ നമ്മുടെ താല്പര്യങ്ങളൊന്നുമല്ല, പിന്നെ അതിനകത്ത് പരിധികളും പരിമിതികളും ഒന്നുമില്ലാതെ നാം ആളുകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തും. നിർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ പ്രതിസ്പന്ദനങ്ങളൊക്കെ അസ്തമിച്ചു പോകുന്നു എന്നുള്ളൊരു ദുഃഖത്തിലാണ് നാം ജീവിക്കുന്നത്. ആരും ആർക്കു വേണ്ടിയുമൊന്നും അങ്ങനെ സമയമോ താലന്തുകളോ പണമോ ആരോഗ്യമോ ഒന്നും ചെലവഴിക്കില്ല എന്നുള്ള ഒരു ഫിലോസഫിയിൽ ജീവിക്കുമ്പോൾ യോഹന്നാൻ നമ്മോട് പറയുന്നത് അങ്ങനെയാണ്. ചുറ്റുവട്ടം നിൽക്കുന്നവർക്ക് വേണ്ടി നാം സ്നേഹിക്കുന്നുവെന്ന് നാം പറയുകയും അവകാശപ്പെടുന്നവർക്കും വേണ്ടിയുമൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുവാനായിട്ടുള്ള ഒരു ആഹ്വാനം യോഹന്നാൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പാഠമായി രൂപാന്തരപ്പെട്ട യോഹന്നാൻ്റെ പെരുന്നാളാണ് ഈ ഇടവക, ഈ നാട് ആചരിക്കുന്നത്. അതുകൊണ്ട് ഈ 2-3 ചോദ്യങ്ങൾ ഈ സന്ധിയിൽ നമ്മോട് ചോദിക്കാം. മുമ്പേ പറഞ്ഞില്ലേ, ഈ സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു എക്സ്പ്രഷനാണ് ഇങ്ങനെ മാറോട് ചേർത്ത് നിർത്തുക എന്നൊക്കെയുള്ളത്. അമ്മമാരെന്നെ കുറേ പേര് കേൾക്കുന്നുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന മാതാപിതാക്കളും കുട്ടികളുമൊക്കെയുള്ള ബന്ധത്തിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയാണ് സംഭവിച്ചതെന്നറിയാമോ? എൻ്റെ ഒരു നോട്ടത്തിൽ അമ്മയുടെ നെഞ്ചിൽ നിന്നും മാറിൽ നിന്നും കുഞ്ഞിനെ മാറ്റിയപ്പോൾ തുടങ്ങിയ പ്രതിസന്ധിയാണത്. അമ്മയുടെ മാറോട് ചേർന്ന് കിടന്ന് മുലപ്പാൽ വലിച്ചു കുടിച്ചപ്പോൾ ആഹാരം മാത്രമല്ലായിരുന്നു കിട്ടിയത്. അമ്മയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പും നെഞ്ചിൻ്റെ ചൂടുമൊക്കെ
കുഞ്ഞനുഭവിച്ചറിഞ്ഞ് അങ്ങനെ ഒരു ആഴമായ ബന്ധത്തിലേക്ക് ആ കുഞ്ഞ് പ്രവേശിച്ചിരുന്നിടത്തു നിന്നാണ് നാം അതിനെ മാറ്റി ആ കുഞ്ഞിൻ്റെ വായിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു നിപ്പിൾ തിരികെ വെച്ച് അതിന് കൊടുക്കുന്ന ഒരു ആഹാരം. അതിൻ്റെ വയറ് നിറയുമായിരിക്കും, പക്ഷേ ഹൃദയം നിറയുമോ എന്നൊക്കെയുള്ള ചോദ്യം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസൊക്കെ, ശരിക്കും മലയാളികളുടെ മനസ്സിൽ സ്നേഹം ഉണ്ട് എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടെ ഭാഗമാണ്. അത് പ്രകടിപ്പിക്കുവാനായിട്ടുള്ള മനസ്സ് നാം കാട്ടിക്കാറില്ല. ഈ സന്ധ്യ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് സ്നേഹിക്കുവാനായിട്ടാണ്, ഒരു ഉപാധികളുമില്ലാതെ സ്നേഹിക്കുവാനായിട്ടാണ്, ഉത്തരവാദിത്വങ്ങളുള്ള സ്നേഹം നിർവഹിക്കുവാനായിട്ടാണ്, സാക്രിഫിഷ്യൽ ലവ് നിർവഹിക്കുവാനായിട്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ കർത്താവിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കത്തക്കവണ്ണമുള്ള സ്നേഹത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ്. ആധുനിക കാലഘട്ടത്തിലൊക്കെ ക്രൂശിനെയൊക്കെ മാറ്റി നിർത്തിയുള്ള സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതും അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതുമൊക്കെ. യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈ മാറോട് ചേർന്നിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അനുഭവ തലമാണത്. അതിന് തിയറിയൊന്നുമല്ല. നമ്മളിപ്പോൾ തിയറിറ്റിക്കലാണ്. നമ്മളുടെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സ്നേഹം ദൈവം സ്നേഹമാകുന്നു എന്നൊക്കെ പറയുമ്പോഴും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നാം പലപ്പോഴും അത് അക്ഷരങ്ങളിലും വരികളിലുമൊക്കെ നിൽക്കുന്നതാണ്. പക്ഷേ യോഹന്നാനൊക്കെ അതിനൊക്കെ മുകളിലേക്ക് വന്നിട്ട് അതൊരു വ്യക്തിപരമായ അനുഭവ തലത്തിലേക്ക് പ്രവേശിച്ച ഒരു മനുഷ്യനാണ്. സ്നേഹത്തിന് അങ്ങനെ ഒരു തലമൊക്കെയുണ്ട്. അവിടെയാണ് മാറോട് ചേർന്നിരിക്കുകയൊക്കെ ചെയ്തത്. കാലാകാലങ്ങളായി മാറോട് ചേർന്നിരുന്നതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത ഒത്തിരിയധികം ആളുകളുണ്ട്. പക്ഷേ പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാനെ പോലെ അങ്ങനെ ചേർന്നിരിക്കാനായിട്ടാണ്. ഇനി അങ്ങനെ ചേർന്നിരിക്കുന്നിടത്ത് നിന്ന് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടായാൽ, മുടിയനായ പുത്രനെ പോലെയൊക്കെ ഒന്ന് മാറിപ്പോയാൽ, ഒന്ന് അകലം സംഭവിച്ചാൽ പോലും, ഒന്ന് അനുദപിച്ചാൽ, തിരിച്ചു വന്നാൽ വീണ്ടും ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് നിർത്തുന്ന ഒരു അപ്പൻ്റെ സ്നേഹം. മുടിയനായ പുത്രൻ്റെ ഉപമ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കണ്ണ് നനയുന്ന ഒരു ചിത്രമാണത്. ആ മകൻ പോയതുപോലെയല്ല മടങ്ങി വന്നത്. ഒരുപക്ഷെ അവൻ പോയപ്പോൾ സുമുഖനും സുന്ദരനും ഒക്കെ ആയിരുന്നു. പക്ഷെ അവൻ്റെ മടങ്ങി വരവ് അത്രമാത്രം സൗകുമാര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം അവൻ വരുന്നത് പന്നികളുടെ ഇടയിൽ നിന്നാണ്. അവൻ കഴിച്ചതൊക്കെ പന്നി കഴിക്കുന്ന ഭക്ഷണമാണ്. പക്ഷേ ഈ സ്നേഹം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അപ്പൻ ഈ മുഷിഞ്ഞു നാറി വരുന്ന വിരൂപിയായ മകനെ കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നൊക്കെ സുവിശേഷത്തിൽ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സ്നേഹത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവതലമുണ്ട്. അതനുഭവിച്ചവർ പിന്നെ അവന് വേണ്ടി മരിക്കും. അതനുഭവിച്ചവർ അവന് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തും. അതനുഭവിച്ചവർ അവൻ്റെ വചനങ്ങളിൽ ജീവിതത്തെ ക്രമീകരിക്കും. അല്ലാത്തിടത്തോളം കാലം നമുക്കിതൊരു തിയറിയും കുറേ ചടങ്ങുകളും കുറേ അനുഷ്ഠാനങ്ങളുമായി മാത്രം ലിമിറ്റ് ചെയ്യപ്പെടും. നമുക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ അത് കുരിശാണ്. ജീവൻ നൽകി സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെ ജീവൻ വെച്ച യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രയുണ്ട് എന്ന് നാം പരിഗണിക്കേണ്ട സമയം കൂടെയാണിത്. ദൈവസ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കണം. അത്
ഒരനുഭവം ഉണ്ടാകുന്നവർക്ക് മാത്രമാണ് സാധിക്കുന്നത്. ഈ ശിഷ്യന്മാരെല്ലാം അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അവർ അവന് വേണ്ടി മരിക്കുവാനും സുവിശേഷം പറയുവാനുമൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടത്. നമ്മെ ആ സ്നേഹം അങ്ങനെ പ്രേരിപ്പിക്കട്ടെ. ആരോ പറഞ്ഞ ഒരു കഥയല്ല കർത്താവ്, ആരോ പഠിപ്പിച്ച ഒരു പാഠമല്ല യേശു തമ്പുരാൻ. പിന്നെയോ നമുക്ക് പറയുവാൻ കഴിയണം, ശമരിയ സ്ത്രീയോട് ആ ഗ്രാമക്കാർ പറഞ്ഞതുപോലെ, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല, ഞങ്ങൾ നേരിട്ടറിഞ്ഞതുകൊണ്ടാണ് ഇനി അവനെ ഗുരുവായി സ്വീകരിക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെ ആരെങ്കിലും പറഞ്ഞത് കൊണ്ടല്ല. പിന്നെയോ ആ സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ച് നമുക്കും ഒരു രൂപാന്തരമൊക്കെ ഉണ്ടായി ദൈവത്തിൻ്റെ മാറോട് ചേർന്ന്, ദൈവം നമ്മെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവ തലമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പെരുന്നാളും എല്ലാ അനുഷ്ഠാനങ്ങളും അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ചുരുക്കുന്നു.